അങ്ങനെ ഗൈസ് ഞങ്ങൾ ഈ റൂമും കാര്യങ്ങളും ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് 3 ആണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ റൂമും കാര്യങ്ങളും ലൊക്കേറ്റ് ചെയ്ത് നേരെ പോവുകയാണ്. നമ്മൾ മുരുകേശ്വരം നമ്മളൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഒരു റിവറുണ്ട്, കറക്റ്റ് എനിക്ക് അറിയില്ല, ജസ്റ്റ് ഞാൻ പുറത്തിട്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റൂമും കാര്യങ്ങളും ലൊക്കേറ്റ് ചെയ്ത് നേരെ ഇറങ്ങുകയാണ് ഗൈസ്. നമുക്ക് ഇന്ന് നൈറ്റ്, അതായത് 12 മണിക്കാണ് ട്രെയിൻ കേട്ടോ. 11 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ഒരു നൈറ്റൊക്കെ വരും ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ലൊക്കേറ്റ് ചെയ്തെല്ലാം അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചാൽ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഈ ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് പോകുന്ന വെച്ചോണ്ട് അങ്ങോട്ടേക്ക് ഗൈസ്. അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കിയില്ല, ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ട് വണ്ടി കയറാമെന്ന് വെച്ചോട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് കേട്ടോ. ട്രാവലിംഗ് ഒരു 45 കിലോമീറ്റേഴ്സ് അറൗണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ 1.5 hours ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അത് ഈ ഫുഡ് ഇങ്ങനെയുള്ള കഴിച്ച് നമ്മുടെ വണ്ടി വന്നിട്ടോ ഗൈസ്. ചെറിയൊരു മിനി ബസ്സിലുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം കേട്ടോ, നമ്മുടെ സ്പോട്ടിലോട്ട് പോകണത്. ഗൈസ് പോകുമ്പോഴുള്ള വ്യൂ ഇങ്ങനെ അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ പോകുന്ന ചെറിയ മഴയും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. നമ്മൾ പിന്നെ തോന്നിച്ചാൽ നമുക്ക് ഗൈസ് ഒരു പള്ളി കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല ക്രൗഡാണ്. എന്തോ പള്ളിയിൽ എന്തോ പരിപാടിയാണെന്ന് കേട്ടോ ഗൈസ്, അറിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ആ സ്പോട്ട്. നമുക്കിത് കുറച്ചും കൂടെ അടുത്തോട്ട് പോകുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ടാണെങ്കിലും അടിപൊളിയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ആ അമ്പലത്തിലുള്ള എൻട്രി ഇതാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഈ ശിവൻ്റെ പ്രതിമ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിൽ അടിപൊളി കാണാൻ പറ്റും ഗൈസ്. നമുക്ക് കയറാൻ പറ്റിയില്ല, ഭയങ്കര ക്രൗഡും പിന്നെ അതുപോലെ ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കയറിയില്ല കേട്ടോ. പുറത്ത് തന്നെ വീഡിയോസ് അടിപൊളി ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ഫോട്ടോസ് അതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് കരിക്ക് കുടിക്കാനായിട്ട് പോയിട്ടോ. ഭയങ്കര ചൂടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന്. അപ്പോൾ ഒരു കരിക്ക് കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഇരിക്കാമെന്ന് വെച്ചോട്ടോ. ബീച്ചൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് ഗൈസ്. ഇവിടെ അങ്ങനെ ബീച്ചിലൊന്നും ആരെയും ഇറക്കണമെന്നില്ല കേട്ടോ. അപ്പോഴാണ് ഗൈസ് അതിനകത്തേക്ക് നമുക്ക് ഡാൻസ് റീലിംഗ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് റീലിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 o'clock ആകുമ്പോൾ ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഫൈനലി നമുക്ക് ഈവനിങ് ആയിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിക്കാണ്ട് കുറച്ച് അതുപോലെ കുക്കുംബറും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കയറാമെന്ന് വെച്ചോട്ടോ. അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ഫുഡ് വളരെ മോശമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുക്കുംബറൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറുവാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇവിടെ നമുക്ക് നേരെ നമുക്ക് ഒറ്റ ട്രെയിനുകളുണ്ട് ഗൈസ് ഇവിടെ നിർത്താനുണ്ടോ. നമുക്ക് നേത്രാജ് എക്സ്പ്രസ് എന്ന ട്രെയിനുണ്ട് ഗൈസ്. ഓൾറെഡി ലേറ്റാണ്, 6 hours ലേറ്റാണ് ട്രെയിൻ കേട്ടോ. നമുക്ക് ഈ ഫൈനലി നമ്മുടെ ട്രെയിനിങ് ആളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ എത്തുമ്പോൾ ഭയങ്കര ലേറ്റ് ആകും ഗൈസ്. നമുക്ക് വെളുപ്പിന് 6 മണിക്ക് ട്രെയിൻ വന്നു കേട്ടോ. അങ്ങനെ ഈ ഫൈനലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ റിവറും കാണാനൊക്കെ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് വറ്റി വരണ്ട് കിടക്കുന്നുണ്ട് റിവർ. കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വറ്റി വരണ്ട് കിടക്കുവാണ്. ഭയങ്കര ചൂടാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്, ഭയങ്കര ചൂടാണ്. അങ്ങനെ ഈ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാകുമ്പോൾ എറണാകുളത്ത് എത്തിയിട്ടാകുമ്പോൾ അടുത്തൊരു വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ.